ഹാംബർഗിലെ സ്റ്റേഡിയത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു മടക്കമായിരിക്കില്ല അയാൾ ആഗ്രഹിച്ചിരുന്നത്. കാൽപന്തു കളിയിലെ എക്കാലത്തെയും മികച്ചവനെന്ന് പലരും അടക്കം പറഞ്ഞ വർത്തമാനകാലത്ത് ലയണൽ ആന്ദ്രസ് മെസ്സിക്കൊപ്പം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികം ഫുട്ബോൾ ലോകം നിയന്ത്രിച്ച ആരാധകരുടെ പ്രിയപ്പെട്ട CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ അയാളുടെ കരിയറിലെ ഏറ്റവും മങ്ങിയ യൂറോ കപ്പും കളിച്ച് മടങ്ങുമ്പോൾ ഉള്ളുലയുന്നതും ഓർമ്മകളുടെ ഉള്ളൊഴുക്ക് അനുഭവപ്പെടുന്നതും ഒരു ശരാശരി കായിക പ്രേമിയുടേത് കൂടിയാണ്. ഇനിയൊരു യൂറോ കപ്പിൽ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റനായി ആ 7ാം നമ്പറുകാരൻ ഉണ്ടാവില്ല. മെദീരയിലെ രാജകുമാരൻ പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ചരിത്രം തിരുത്തിക്കുറിച്ച താരം മാത്രമായിരുന്നില്ല. ലോക ഫുട്ബോളിന് പോർച്ചുഗലിന് ഒരു അന്താരാഷ്ട്ര കിരീടം നേടിക്കൊടുത്ത ഏക നായകനായിരുന്നു. ഫുട്ബോൾ ഭൂപടത്തിൽ പോർച്ചുഗൽ എന്നൊരു രാജ്യത്തിന് ഒരു ഇരിപ്പിടം നൽകിയ താരമായിരുന്നു, ഇതിഹാസമായിരുന്നു. വീണ്ടും ഒരു യൂറോ കപ്പ് നേട്ടവുമായി ഫുട്ബോൾ കരിയർ അവിസ്മരണീയമാക്കുക എന്ന ലക്ഷ്യവുമായി പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ യൂറോ കപ്പിന് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. അതൊക്കെയും പൊലിഞ്ഞ രാവായിരുന്നു കഴിഞ്ഞ ദിനം. യൂറോപ്യൻ പവർ ഹൗസുകൾ തമ്മിലുള്ള യൂറോ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പോർച്ചുഗലിന്റെ നാട്ടിലേക്ക് മടക്ക ടിക്കറ്റ് നൽകിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു ഫ്രാൻസ്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾ പിറക്കാതെ പോയ ആവേശം നിറഞ്ഞ കളിയിൽ വിജയികളെ തീരുമാനിക്കാൻ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടി വന്നു. ഷൂട്ടൌട്ടിൽ പോർച്ചുഗൽ താരം ജോവ ഫെലിക്സ് കിക്ക് പാഴാക്കിയപ്പോൾ ഫ്രാൻസിന്റെ 5 കിക്കുകളും അന്ന് ലക്ഷ്യത്തിലെത്തി. 5-3 എന്ന സ്കോർ. 6ാമത്തെ യൂറോ കപ്പ് ടൂർണമെന്റ് കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ അതോടെ കണ്ണീരോടെ തോറ്റ് മടങ്ങുകയായിരുന്നു. ശരിക്കും ഗോളികളുടെ ഒരു പോരാട്ടമായിരുന്നു ഈ മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രാൻസ് ഗോളി മൈക്ക് മെയ്നാനും പോർച്ചുഗൽ ഗോളി ഡിയോഗോ കോസ്റ്റയും നടത്തിയ രക്ഷപ്പെടുത്തലുകളായിരുന്നു ഈ മത്സരത്തിന്റെ ഹൈലൈറ്റ്. പോർച്ചുഗലിന്റെ വെറ്ററൻ ഡിഫൻഡർ പെപ്പയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര കിലിയൻ എംബപ്പയുടെ നേതൃത്വത്തിലുള്ള ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയ്ക്ക് പലവട്ടം ഗോൾ അവസരങ്ങൾ നിഷേധിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നീക്കങ്ങളിൽ പലതും അയാളുടെ പ്രതാപകാലത്തിന്റെ നിഴൽ മാത്രമായിരുന്നു. ആദ്യ പകുതിയിൽ ഏറ്റവും കുറവ് തവണ പന്തിൽ ടച്ച് ചെയ്ത താരമെന്ന നാണക്കേടും അയാൾക്കുണ്ടായിരുന്നു. മൂർച്ച കുറഞ്ഞ റൊണാൾഡോയുടെ ആക്രമണങ്ങൾ ഫ്രഞ്ച് നിരയെ കാര്യമായി ആ സമയത്തൊന്നും അലട്ടിയതേയില്ല. ഈ മത്സരത്തിൽ ബോൾ പൊസിഷനിൽ മുന്നിൽ നിന്നിട്ടും പോർച്ചുഗലിന് മത്സരം ജയിക്കാൻ കഴിയാതെ പോയതിൽ ഒരു സ്ട്രൈക്കർ എന്ന നിലയിലെ മങ്ങിയ റൊണാൾഡോയുടെ പ്രകടനവുമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്കിൽ കൂടിയും കളി അവസാനം അയാൾ നിരാശനായി മടങ്ങുമ്പോൾ മനസ്സിൽ വിങ്ങലുണ്ടാകാത്ത കായിക പ്രേമികൾ അധികമുണ്ടാവില്ലെന്നുറപ്പാണ്. ഇതിഹാസ താരങ്ങളായ യുസേബിയോയും ലൂയി ഫിഗോയുമൊക്കെ പന്ത് തട്ടി കളിച്ചിട്ടും ഒറ്റ കിരീടവും നേടാനാകാതെ തല കുനിച്ചു മടങ്ങിയിരുന്ന പോർച്ചുഗീസ് പടയ്ക്ക് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഒരു ടെറർ മേർവിലാസം ഉണ്ടാക്കി കൊടുത്തത് അയാളാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ ഇല്ലാതെ നിങ്ങൾക്കൊരു പോർച്ചുഗീസ് ഫുട്ബോൾ ചരിത്രവും പൂർത്തിയാക്കാനാവില്ല എന്ന് തന്നെ പറയാം. 2 കിരീടങ്ങൾ, ആ കിരീടങ്ങൾ 2016 യൂറോ കപ്പും 2018-19 യുവേഫ നാഷൻസ് ലീഗും. പോർച്ചുഗൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ 2 കിരീടങ്ങൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. രണ്ടിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് തിളങ്ങി നിൽക്കുന്നത് കാണാം ക്യാപ്റ്റനായി. യൂറോപ്പിലെ വൻ ശക്തികളടങ്ങിയ ടൂർണമെന്റിൽ തങ്ങൾക്കും യൂറോ കപ്പ് സാധ്യമാണെന്ന് തെളിയിക്കാൻ പോർച്ചുഗലിന് ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഈ മനുഷ്യന് തന്നെ അവർ സല്യൂട്ട് നൽകണം. കരിയറിന്റെ അവസാനത്തിൽ ഇത്തവണ തന്റെ അവസാനത്തെ യൂറോ കപ്പാണെന്ന് അയാൾ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 38 വയസ്സ് കഴിഞ്ഞു റൊണാൾഡോയ്ക്ക്. 2004 യൂറോ കപ്പിൽ പന്ത് തട്ടി തുടങ്ങിയ കൗമാരക്കാരൻ 2 പതിറ്റാണ്ടിനിപ്പുറം മറ്റൊരു യൂറോയിൽ എത്തുമ്പോഴേക്കും ഇതിഹാസമായി വളർന്നതെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റ് കളിച്ച താരം, യൂറോ കപ്പിൽ കൂടുതൽ മത്സരം കളിച്ച താരം, ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ ഗോളടിച്ച താരം എന്നിങ്ങനെ യൂറോ കപ്പിന്റെ ചരിത്രം റോണോ പല കുറി തിരുത്തി എഴുതിയത് നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്. 6 യൂറോ കപ്പുകളിലാണ് റൊണാൾഡോ ബൂട്ട് കിട്ടിയത്. ഇതടക്കം 5 ടൂർണമെന്റുകളിലും അദ്ദേഹം വല കുലുക്കിയിട്ടുണ്ട് ഇതിലൊഴിച്ച്. യൂറോ യോഗ്യത മത്സരങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ അദ്ദേഹം ബഹുദൂരം മുന്നിലാണ്. 84 പോർച്ചുഗൽ ആദ്യമായി യൂറോ കപ്പിൽ കളിക്കാനെത്തുന്നത്. അതിനുശേഷം 32 വർഷങ്ങൾക്കിപ്പുറം 2016 പോർച്ചുഗൽ റോണോയുടെ നായകത്വത്തിൽ കപ്പ് ഉയർത്തുമ്പോൾ അതൊരു നായിക കല്ലുകൂടിയായിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. അന്ന് ഫൈനലിൽ ഫ്രഞ്ച് പടയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പാതി വഴിയിൽ പരിക്കേറ്റ് റൊണാൾഡോ കണ്ണീരണിഞ്ഞ് മുടന്തി കളം വിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിക്കേറ്റ് പുറത്തായിട്ടും സൈഡ് ലൈനിൽ കാലിലൊരു കെട്ടുമായി ക്രിസ്ത്യാനോ പോർച്ചുഗലിന് താങ്ങായി നിന്നതും അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മൈതാനത്തിന്റെ വെള്ള വരയ്ക്ക് പുറത്തു നിന്നും ടീമിനെ കോച്ചിനേക്കാൾ ആവേശത്തിൽ അയാൾ കോച്ചിക്കേകിയിരുന്നു, കരുത്തേകിയിരുന്നു. ക്യാമറ കണ്ണുകൾ അന്ന് ഗ്രൗണ്ടിലെ കളിയേക്കാൾ ഒപ്പിയത് വെള്ളവരയ്ക്കപ്പുറത്തെ റോണോയുടെ ആവേശമായിരുന്നു. അന്ന് യൂറോപ്പിന്റെ രാജാക്കന്മാരായി പോർച്ചുഗൽ അവരോധിക്കപ്പെടുമ്പോൾ ആ കണ്ണുകൾ ഈറനണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റൊണാൾഡോയുടെ ആ ഒരു ആവേശം നിറഞ്ഞ ആ ഒരു മുഹൂർത്തം, ആ ഒരു കണ്ണുകൾ.
പിന്നീട് ഒരിക്കൽ കൂടി അയാൾ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒറിജിനൽ കരച്ചിലായിരുന്നു, കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്തായിരുന്നു. ദോഹയിലെ അൽ തുമാമ സ്റ്റേഡിയത്തിൽ റഫറി ഫാക്കുൻഡോ ടെല്ലോ ഖത്തർ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിന് ഫൈനൽ വിസിൽ മുഴക്കുമ്പോൾ ആ ഫൈനൽ വിസിൽ മുഴങ്ങിയത് ഒരു മത്സരത്തിന് മാത്രമായിരുന്നില്ല. ഫുട്ബോൾ മൈതാനത്തെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ ജീവിത സ്വപ്നങ്ങൾക്കും വിശ്വ കിരീട സ്വപ്നങ്ങൾക്കും കൂടിയായിരുന്നു. 5 ലോകകപ്പുകൾ കളിച്ച് ഇത്തവണയെങ്കിലും ഒരു ലോകകപ്പ് എന്ന അയാളുടെ മോഹങ്ങൾക്ക് കൂടിയായിരുന്നു അന്ന് ഫൈനൽ വിസിൽ മുഴങ്ങിയത്. അന്ന് കളി അവസാനിച്ച ഉടനെ കണ്ണീരോടെ ആരോടും മിണ്ടാതെ എറിഞ്ഞുടക്കപ്പെട്ട സ്വപ്നത്തിന്റെ ഒരു കഷണവും മനസ്സിൽ അടുക്കി പിടിച്ചുകൊണ്ട് ടണലിലൂടെ കണ്ണീരോടെ ഗ്രൗണ്ട് വിടുകയായിരുന്നു റോണോ. അയാളൊരു പോരാളിയായിരുന്നു, നിശ്ചയദാർഢ്യത്തിന്റെ, വിട്ടുകൊടുക്കാത്ത വിജയ തൃഷ്ണയുടെ, ധീരതയുടെ, എതിർമടയിലും ചെന്ന് കരുത്ത് കാണിക്കുന്നതിന്റെ, അങ്ങനെയൊക്കെ ഒരു പോരാളിയായിരുന്നു അയാൾ. കോച്ചിനേക്കാൾ ചിലപ്പോൾ സൈഡ് ബെഞ്ചിൽ നിന്നും സഹതാരങ്ങളെ പ്രചോദിപ്പിച്ചിരുന്ന അയാൾ ഒരുപക്ഷെ ഒരേ സമയം അവരുടെ ക്യാപ്റ്റനും കോച്ചുമൊക്കെ ആയിരുന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷം അയാൾ അവസാനമായി കരഞ്ഞുകൊണ്ട് വിട പറഞ്ഞ മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം യൂറോ കപ്പിലെ ആ ഒരു മത്സരം. യൂറോ കപ്പിലെ ഫ്രാൻസിനെതിരെയുള്ള ആ ഒരു മത്സരത്തിലേക്ക് വന്നാൽ ഗോളിലേക്ക് കൂടുതൽ ഷോട്ടുകൾ തൊടുത്തത് ഫ്രാൻസ് ആയിരുന്നെങ്കിലും ബാക്കി എല്ലാത്തിലും പോർച്ചുഗലിന് തന്നെയായിരുന്നു മുൻതൂക്കം. 20 ഷോട്ടുകളാണ് ഫ്രാൻസ് പരീക്ഷിച്ചത്. ഇതിൽ 5 ഓൺ ടാർഗറ്റ് ആയിരുന്നു. പോർച്ചുഗലിന്റെ 15 ഗോൾ ശ്രമങ്ങളിൽ 4 എണ്ണമാണ് ഗോൾ ആവേണ്ടിയിരുന്നത്. പോർച്ചുഗൽ 60% പന്ത് കൈവശം വെച്ചപ്പോൾ ഫ്രാൻസിന് 40% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മത്സരത്തിൽ. പാസിംഗിലും പറങ്കിപ്പട തന്നെ മുന്നിട്ട് നിന്നു. 869 പാസുകളാണ് അവർ പൂർത്തിയാക്കിയത്. ഫ്രാൻസിന് പക്ഷേ 587 പാസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെനാൽറ്റിയിലേക്ക് കടന്നപ്പോൾ പോർച്ചുഗലിന്റെ ആത്മവിശ്വാസം ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയുടെ ഫോമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹമായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മികച്ച ഫോമോടെ അവരുടെ വിജയനായകനായത്. അപ്പോൾ ഈ മത്സരത്തിൽ ഫ്രാൻസ് ആണ് ആദ്യം കിക്കെടുത്തത്. ഉസ്മാൻ ഡംബേല അനായാസം ലക്ഷ്യം കാണുന്നു. പോർച്ചുഗലിന് വേണ്ടി ആദ്യ കിക്കെടുത്ത ക്രിസ്ത്യാനോയ്ക്കും പിഴക്കുന്നില്ല. ഫ്രാൻസിന്റെ രണ്ടാം കിക്കെടുത്ത യൂസുഫ് ഫൊഫാനയും ലക്ഷ്യം കാണുന്നു. പോർച്ചുഗീസ് താരം ബെർണാഡോ സിൽവയും പ്രതീക്ഷ കാക്കുന്നു. സ്കോർ 2-2 ആകുന്നു. ഫ്രാൻസിനായി മൂന്നാം കിക്കെടുത്തത് ജൂൾസ് കൂണ്ടെയാണ്. സ്കോർ 3-2 ആകുന്നു. എന്നാൽ പിന്നീടെത്തിയ ജാവോ ഫെലിക്സിന് പിഴക്കുന്നു. ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു. ഫ്രഞ്ച് താരം ബ്രാഡ്ലി ബാർക്കോളയുടെ കിക്കും തടയാൻ കോസ്റ്റയ്ക്ക് സാധിച്ചില്ല. സ്കോർ 4-2 ആകുന്നു. പോർച്ചുഗലിനായി ന്യൂനോ മെൻഡസും ലക്ഷ്യം കണ്ടു. അതോടെ സ്കോർ 4-3 ആകുന്നു. ഫ്രാൻസിന്റെ അവസാന കിക്ക് തിയാഗോ ഫെർണാണ്ടസിന്റെ വകയാകുന്നു. കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഫ്രാൻസ് വിജയം ആഘോഷിക്കുന്നു. റോണോ ആ സമയത്ത് കണ്ണീരോടെ പുറത്തേക്ക് നടക്കുന്നു. താങ്ക് യു ഫോർ എവറിഥിങ് ക്രിസ്ത്യാനോ റൊണാൾഡോ. If this is goodbye Ronaldo, you truly were the greatest. No one has ever dragged their country and transformed the nation the way you did for Portugal.